അൻസിബ ലക്ഷ്മിപ്രിയ തർക്കത്തിൽ പുതിയ വഴിത്തിരിവ്. മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ വിവാദങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഓഫീസ് മാനേജർ അതുല്യ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെയും ചില എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കുമെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തിയതോടെയാണ് സംഘടനയിൽ പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കുക്കു പരമേശ്വരന്റെ പ്രതികരണം. ഇതിനിടെയാണ് നടിമാരായ അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള തർക്കം പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നത്. തന്നെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചതിനെ തുടർന്ന് മാനസിക പീഡനം നേരിട്ടുവെന്നും അൻസിബ ആരോപിച്ചു. എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാനാ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുകയോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. എന്നാൽ ലക്ഷ്മിപ്രിയ അൻസിബയുടെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമാക്കി. താനും അൻസിബയും പോലീസ് സ്റ്റേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നത് 1 മണിക്കൂർ മാത്രമാണെന്നും അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നമ്മളുടെ അടുത്തുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കും. ഇപ്പം ഇവര് പല രീതിയിലും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കംപ്ലൈന്റിന് പോകുന്നതിന് മുമ്പ് അവിടെ CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ്. ഇതൊരു പ്ലാൻഡ് മൂവ്മെന്റ് ആണല്ലോ. അപ്പം അങ്ങനെ കേസ് കൊടുത്തത്. അപ്പം നമ്മളുടെ അടുത്ത് വ്യക്തമായിട്ട് അവിടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നും എല്ലാമുള്ള ഡിജിറ്റൽ, അവിടെ എന്ത് നടന്നു എന്നുള്ളതിന്റെ ഡിജിറ്റൽ എവിഡൻസ് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ ഫുള്ള് ഇന്ന് കൈമാറും. എന്നാൽ വാട്സ്ആപ്പ് മെസ്സേജിനെ തുടർന്നാണ് വിവാദം ആരംഭിച്ചതെന്നും ലക്ഷ്മിപ്രിയ ആരോപിച്ചു. എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ളൊരു അവകാശമില്ലേ? പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത? എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് സംഘടന ഇടപെടാനായിട്ട് ഇതെന്താണ്? വിവാദങ്ങൾക്കിടെ നിലവിലെ ഭരണസമിതി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മല പാർവതിയും മല്ലിക സുകുമാരനും രംഗത്തെത്തി. സംഘടനയിൽ സുതാര്യതയില്ലെന്നും പുതിയ നേതൃത്വം വരണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. അതേസമയം ശ്വേതാ മേനോനെ ചുറ്റിപ്പറ്റിയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾ സജീവമാണ്. എന്നാൽ ഉയരുന്ന ആരോപണങ്ങളിൽ ശ്വേതാ മേനോൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അമ്മയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ സർക്കാർ ഇടപെടില്ലെന്ന് മന്ത്രി PC വിശ്വനാഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോപണങ്ങളും മറുപടികളും തുടരുന്നതിനിടെ പോലീസ് അന്വേഷണ റിപ്പോർട്ടും സംഘടനയുടെ തുടർ നടപടികളും നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. മലയാള സിനിമാ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അമ്മയിലെ ഈ വിവാദങ്ങളുടെ തുടർ വികാസങ്ങളിലേക്കാണ്.